കോമാളി പരാമർശത്തിൽ പാലക്കാട് യു.ഡി.എഫ് സ്ഥാനത്ത് രമേശ് പിഷാരടിയുടെ ഖേദം പ്രകടിപ്പിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്. തനിക്കെതിരായ പരാമർശത്തിൽ രമേശ് പിഷാരടി പ്രതികരണവുമായി എത്തിയതിന് പിന്നാലെയാണ് TM തോമസ് ഐസക്കിന്റെ ഖേദ പ്രകടനം. ഇതിനിടെ രമേശ് പിഷാരടിയെ അരസംഖ്യയെന്നും കോമഡി താരമെന്നും വിശേഷിപ്പിച്ച് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു രംഗത്ത് വന്നു. ജനങ്ങൾക്ക് അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ കോമാളി വേഷം കെട്ടി നടക്കുന്ന നടന്മാരെയൊക്കെ പിടിച്ച് ഒരു ദിവസം കൊണ്ടേ വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നില്ല, ഞങ്ങളുടെ വോട്ട് LDF ഭിന്നിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്. പാലക്കാട് CPIM BJP ഡീൽ എന്ന കോൺഗ്രസ് ആരോപണത്തിലായിരുന്നു ഇന്നലെ TM തോമസ് ഐസക്കിന്റെ ഈ പ്രതികരണം. കലാകാരന്മാർ CPIMന് വെറുക്കപ്പെട്ടവരായത് എന്നാണെന്ന് ഐസക്കിനോട് രമേശ് പിഷാരടിയുടെ ചോദ്യം. ഇവർക്ക് എന്നു മുതലാണ് കലയും കലാകാരനും ഒക്കെ ഇത്രയും കാണാൻ വയ്യാത്ത ആളാകുന്നത്? അത് അവനവനോടൊപ്പം നിൽക്കാത്ത എല്ലാവരും വെറുക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു പ്രത്യയശാസ്ത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ. ഇതോടെ ഖേദപ്രകടനവുമായി TM തോമസ് ഐസക്. പാലക്കാട് LDF ഉണ്ടാക്കിയിട്ടുള്ള ഏതോ ഡീലിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന് വിശദീകരണം നൽകുന്ന വേളയിൽ കോമാളി എന്നൊരു പ്രയോഗം ഞാൻ നടത്തി. അത് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിക്ക് മനോവിഷം ഉണ്ടാക്കിയതിൽ എനിക്ക് ഖേദമുണ്ട്. താൻ ഏറെ ബഹുമാനിക്കുന്ന നേതാവെന്നും ഖേദം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ലെന്നും രമേശ് പിഷാരടി. തോമസ് ഐസക് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും രമേശ് പിഷാരടിയെ വിടാതെ CPIM നേതാവ് AK ബാലനും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന് ആകെയുള്ളൊരു മണ്ഡലം പാലക്കാട് മണ്ഡലമാണ്. അങ്ങനെയുള്ളവിടെ എന്തിനാണ് ഇത്രയും ദുർബലനായ, ഒരു രാഷ്ട്രീയമായ ഒരു ധാരണയുമില്ലാത്ത ഒരാളെ കൊണ്ട് മത്സരിപ്പിച്ചത്? അതിനൊരു ലക്ഷ്യമില്ലേ? അരസംഖ്യയുടെ മനസ്സുമായി UDFന്റെ സ്ഥാനാർത്ഥിത്വം, ആ സ്ഥാനാർത്ഥിത്വമാണ് യഥാർത്ഥത്തിൽ കാലാകാലമായി BJP കോൺഗ്രസ് ഡീലിന്റെ തുടർച്ച. പാലക്കാട് ഡീൽ ആരോപണത്തിൽ വാക്പോര് കടുക്കുന്നതിനിടെയാണ് ഇതിന്റെ ചുവട് പിടിച്ച് UDF സ്ഥാനാർത്ഥിയെ ലക്ഷ്യമിട്ടുള്ള പരാമർശങ്ങൾ. 24 പാലക്കാട്, പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.